നമസ്കാരം. നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിയാലോ കമ്പ്യൂട്ടർ വാങ്ങിയാലോ മൊബൈൽ വാങ്ങിയാലോ ഒക്കെ തന്നെ നമ്മൾ ഇൻഷുർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. എന്തിനാണ് ഈ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്നാലും നമ്മൾ വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യും. അതിന്റെ കാരണം എന്താണ്? കുറച്ചൊക്കെ നാൾ കഴിയുമ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടായാലും ഒന്നെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്ത് കിട്ടണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ശരിയാക്കാനുള്ള പൈസ നമുക്ക് ഇൻഷുറൻസ് കമ്പനി തരണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് ഇൻഷുർ ചെയ്യുന്നത്. നമ്മുടെ ലൈഫും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. ഈ ലാപ്ടോപ്പ് പോലെ മൊബൈൽ പോലെയൊക്കെ തന്നെയാണ്. നാളെ എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റത്തില്ല. ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നമ്മൾ ഇൻഷുർ ചെയ്യും. പക്ഷേ നമ്മുടെ ലൈഫിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. നാളെ എന്താണ് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും പ്രവചിക്കാനായിട്ട് സാധിക്കത്തില്ല. നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ ഫാമിലിയുടെ കാര്യത്തിൽ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആബ്സെൻസിലും നമ്മുടെ ഫാമിലി നമ്മൾ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നോ അതേ രീതിയിൽ തന്നെ മുമ്പോട്ടും. അതിനായിട്ട് ഒരുപാട് ടേം ഇൻഷുറൻസുകളുണ്ട്. ഈ ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ നമ്മുടെ ഫാമിലിയുടെ ഫ്യൂച്ചർ ലൈഫ് സ്റ്റേബിൾ ആവും. അതായത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തെങ്കിലും ഈ ഇൻഷുറൻസ് ഹോൾഡറിന് സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫാമിലി സേഫ് ആയി എന്നുള്ളതാണ് ഈ ഒരു ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ടുള്ള പ്രയോജനം. ഇൻഷുറൻസ് എടുക്കാനായിട്ട് വലിയ എമൗണ്ടുകളൊന്നും പേ ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ എമൗണ്ടുകൾ അടച്ചുകൊണ്ട് നമുക്കൊരു വലിയ തുകയ്ക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ഇൻഷുറൻസുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതിൽ ഏത് ഇൻഷുറൻസ് എടുക്കണം എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എന്നാൽ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ ആ ഒരു സംശയം ഏകദേശം ക്ലിയർ ആകാനാണ് സാധ്യത. അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ല ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ഇൻഷുറൻസുകളാണ്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ടേം ഇൻഷുറൻസ് ഉണ്ട്, എവിടെ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കാം, എന്താണ് ടേം ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ടുള്ള ഗുണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇനി ടേം ഇൻഷുറൻസ് എന്താണെന്ന് നോക്കാം. ടേം ഇൻഷുറൻസ് എടുത്തതിന് ശേഷം പോളിസി ഹോൾഡർ എല്ലാ മാസവും ഒരു ചെറിയ എമൗണ്ട് പേ ചെയ്യും. ഈ പോളിസി പീരീഡിൽ പോളിസി ഹോൾഡർ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന ചെറിയ എമൗണ്ടിന് പകരമായിട്ട് പോളിസി ഹോൾഡറിന്റെ ഫാമിലിക്ക് വലിയൊരു തുകയായിരിക്കും ഈ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിക്കുക. ടേം ഇൻഷുറൻസ് അല്ലാതെ സാധാരണ ഇൻഷുറൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരു നിശ്ചിത എമൗണ്ട് പേ ചെയ്യുന്നു. അതിനുശേഷം ആ ഒരു പോളിസി ടൈം കഴിയുമ്പോൾ ആ പേ ചെയ്ത എമൗണ്ടും അതിനോടൊപ്പം കുറച്ച് ബോണസും കൂടെ കൂട്ടി ആ ടൈം പീരീഡിന് ശേഷം നമുക്ക് എമൗണ്ട് ലഭിക്കുന്ന ഇൻഷുറൻസുകളും ഉണ്ട്. എന്നാൽ ടേം ഇൻഷുറൻസ് ഈ രീതിയിലല്ല വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ടേം ഇൻഷുറൻസുകൾ ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തെ റെഗുലർ ടേം പ്ലാൻ ആണ്. ഇതിൽ നമ്മൾ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. പക്ഷെങ്കിൽ ആ ഒരു എമൗണ്ടിന് പകരമായിട്ട് ഒരു വലിയ എമൗണ്ട് കവറേജ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന് മാസം തോറും 473 രൂപ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ 1 കോടി രൂപയുടെ കവറേജ് ആയിരിക്കും കിട്ടുക. അതായത് പോളിസി ഹോൾഡറിന് ഈ ഒരു പോളിസി ടൈമിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പോളിസി ഹോൾഡറിന്റെ ഫാമിലിക്ക് ആയിരിക്കും ഈ ഒരു വലിയ തുക ലഭിക്കുക. ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം. നമ്മുടെ ചെറു പ്രായത്തിൽ തന്നെ, അതായത് നമുക്കൊരു ജോലിയൊക്കെ കിട്ടുന്ന പ്രായത്തിൽ തന്നെ, ഒരു 18 തൊട്ട് 25 വയസ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പ്രീമിയം വളരെ കുറവായിരിക്കും. ഇനിയും പ്രായം നിങ്ങൾ കൂടുന്നതിനനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. ഏത് പ്രായത്തിലും നമുക്ക് ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും. ടേം ഇൻഷുറൻസിന്റെ രണ്ടാമത്തെ വേരിയന്റ് റിട്ടേൺ ഓഫ് പ്രീമിയം ടേം പ്ലാൻ ആണ്. ഈ ഒരു പ്ലാൻ പർച്ചേസ് ചെയ്തതിനു ശേഷം പോളിസി ഹോൾഡർ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ, അതായത് പോളിസി ടൈം പീരീഡിനുള്ളിൽ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലുള്ള ഒരു വലിയ എമൗണ്ട്, നമ്മുടെ ഏത് രീതിയിലുള്ള പ്ലാൻ ആണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു വലിയ എമൗണ്ട് പോളിസി ഹോൾഡറിന്റെ ഫാമിലിക്ക് ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഇനി ഈ പോളിസി ഹോൾഡർ ഈ പ്ലാനിന്റെ മെച്യൂരിറ്റി പീരീഡിന് ശേഷവും സർവേ ചെയ്ത് കഴിഞ്ഞാൽ അടച്ച പ്രീമിയം മൊത്തം തിരിച്ചു ലഭിക്കും. അതായത് റെഗുലർ ടൈം പ്ലാൻ പോലെ തന്നെയാണ് റിട്ടേൺ ഓഫ് പ്രീമിയം ടൈം പ്ലാനും. ഇവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ റെഗുലർ ടൈം പ്ലാനിൽ ഒരു മാസം 500 രൂപ പേ ചെയ്തെന്ന് വിചാരിക്കുക. അതേ സമയം നമ്മൾ റിട്ടേൺ ഓഫ് പ്രീമിയം ടൈം പ്ലാൻ ആണ് എടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ 1000 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ബാക്കി ബെനിഫിറ്റ്സ് എല്ലാം ഒരേപോലെ തന്നെയാണ്. അതിനോടൊപ്പം മെച്യൂരിറ്റി പീരീഡ് വരെ പോളിസി ഹോൾഡർ സർവൈവ് ചെയ്ത് കഴിഞ്ഞാൽ അടിച്ച പ്രീമിയം മൊത്തം തിരിച്ചു കിട്ടുകയും ചെയ്യും. അതായത് ഈ രണ്ട് പ്ലാനുകളും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ പ്ലാനിന് കുറച്ച് ബെനിഫിറ്റ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീമിയം കൂടുതൽ അടയ്ക്കേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ വേരിയന്റ് 100% റീഫണ്ട് ഓഫ് പ്രീമിയം. അതായത് നമ്മൾ അടച്ച പൈസ മൊത്തം നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു പ്ലാനാണിത്. ഇതിൽ നമ്മളിപ്പോൾ ഒരു പോളിസി എടുത്തതിന് ശേഷം നമുക്ക് ഏത് സമയത്ത് ഒരു സർട്ടൻ ഏജിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പോളിസിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ അടച്ച പ്രീമിയം നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ ആദ്യം പരിചയപ്പെട്ട റെഗുലർ ടൈം പ്ലാൻ പോലെ തന്നെയാണ്. ഇതിൽ എക്സ്ട്രാ ചാർജസ് ഒന്നും തന്നെ വരുന്നില്ല. ഈ പ്ലാനിലൊക്കെ തന്നെ നമുക്ക് അഡീഷണൽ റൈഡേഴ്സ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഓരോ പോളിസിയുടെയും കൂടെ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റ്സ് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളോട് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ ഉണ്ട്, ക്രിട്ടിക്കൽ ഇൽനെസ് ബെനിഫിറ്റ് റൈഡർ ഉണ്ട്, ഇൻകം ബെനിഫിറ്റ് റൈഡർ ഉണ്ട്, ആക്സിഡന്റൽ ഡിസബിലിറ്റി ബെനിഫിറ്റ് റൈഡർ ഉണ്ട്. അങ്ങനെ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പോളിസിയിലേക്ക് ആഡ് ഓൺ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ റൈഡേഴ്സ് ആഡ് ചെയ്യുമ്പോൾ പ്രീമിയത്തിൽ വ്യത്യാസം വരും. പക്ഷെങ്കിൽ നമുക്ക് അഡീഷണൽ കവറേജ് ആണ് നമ്മൾ ഇങ്ങനെ ആഡ് ഓൺ ചെയ്യുന്നത്. ഇനി ഒരു പോളിസി എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയാം. നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ ആ എടുക്കുന്ന പോളിസി നമുക്കും നമ്മുടെ ഫാമിലിക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണോ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ എടുക്കാവൂ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, ഇനി എവിടെ നിന്ന് ഈ പോളിസി എടുക്കും എന്നുള്ളത്. പോളിസി ബസാർ എന്ന് പറയുന്ന
വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ പറഞ്ഞ പോളിസികളൊക്കെ തന്നെ എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് 51ലധികം ഇൻഷുറൻസ് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ഇൻഷുറൻസ് എടുക്കാനായിട്ട് പറ്റും. മാസം തോറും 473 രൂപ അടച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപ വരെ കവറേജ് കിട്ടുന്ന പോളിസീസ് നിങ്ങൾക്ക് പോളിസി ബസാറിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പോളിസി ബസാറിൽ നിന്ന് നമ്മൾ ഓൺലൈൻ പോളിസീസ് എടുക്കുമ്പോൾ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അതിനോടൊപ്പം തന്നെ ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അതിനോടൊപ്പം തന്നെ സെക്ഷൻ 80C വെച്ചുകൊണ്ട് 1.5 ലാക്ക് വരെയുള്ള ടാക്സ് ബെനിഫിറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഓൺലൈനായിട്ട് പോളിസി എടുക്കുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആര് ക്ലിയർ ചെയ്തു വരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും. അതിനായിട്ട് പോളിസി അസിസ്റ്റൻസ് ഒരുപാട് പേര് പോളിസി ബസാറിലുണ്ട്. 24/7 അവൈലബിൾ ആണ്. അതിനോടൊപ്പം തന്നെ പോളിസിയുമായി ബന്ധപ്പെട്ടോ ഡോക്യുമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പോളിസി ബസാറിന്റെ അസിസ്റ്റന്റ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ പോളിസി എടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നിങ്ങൾ പേടിക്കുകയും വേണ്ട. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഒരു ടൈം ഇൻഷുറൻസ് പോളിസി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോളിസി ബസാറിന്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ പോളിസി ബസാറിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഇഷ്ടം പോലെ പോളിസീസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട പോളിസി നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക, ഒന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിനുവേണ്ടിയാണ് ലിങ്ക് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ടൈം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നമ്മളത് ഉപേക്ഷയായിട്ട് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമ്മുടെ ഫാമിലിക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ ഒരു ചെറിയ എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് വലിയൊരു തുകയുടെ ഇൻഷുറൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നത് ഇതിൽ നല്ല അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.